ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരു വീഡിയോ എടുത്താലോ എന്ന് എനിക്കൊരു ചെറിയ ആലോചന. അങ്ങനെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മോർണിംഗ് എണീറ്റ് എൻ്റെ റുട്ടീൻസ് തുടങ്ങിയേ. രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്തില്ലെങ്കിൽ മുന്നോട്ടുള്ള ഭക്ഷണമോ ചായയോ ഒക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുമോ എന്ന് നല്ല ഡൗട്ടുള്ളത് കൊണ്ട് നേരെ ഞാൻ ബ്രഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ചധിക കാലമായിട്ട് അലൈനേഴ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പല്ല് തേക്കുന്നത് പോലെ തന്നെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അലൈനേഴ്സ് ക്ലീൻ ചെയ്യുന്നത്. കൂട്ടത്തിൽ ഞാൻ അതും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊരു കപ്പ് ചായ എടുത്തിട്ടുണ്ട് കുടിക്കാൻ. അങ്ങനെ ചായയൊക്കെ എടുത്ത് ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് നേരം വെയിൽ കൊള്ളാമല്ലോ എന്ന്. അത് അമ്മ എപ്പോഴും പറയാറുണ്ട്, രാവിലെ എണീക്കുമ്പോൾ കുറച്ച് ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്ന്. അങ്ങനെ കുറച്ചധികം നേരം ചായയൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. മുട്ട പുഴുങ്ങിയതും ഒരു ഗ്ലാസ് പാലും ഉപ്പുമാവും പഴവുമാണ് ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത്. ഉപ്പുമാവും കഴിച്ച് പാലും കുടിച്ചപ്പോഴേക്കും എൻ്റെ വയറ് ഫില്ലായി. ഇനി ആ എഗ്ഗും കൂടി കഴിക്കാനുള്ള വയറ് എനിക്കില്ലാത്തത് കൊണ്ടാണ് എൻ്റെ മുഖത്ത് ഈ ഭാവവ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ ഈ കാണുന്നത്. പക്ഷേ ഗൈസ്, ഒരു 11:30 ആയപ്പോഴേക്കും എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി ചെറുതായിട്ട്. അത് കാരണം ഞാൻ പോയി ഒരു ബദാമും 2 അണ്ടിപ്പരിപ്പും ഒക്കെ എടുത്ത് കഴിച്ച്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പം സമയം 1:30 ആയിട്ടുണ്ട്. ഭക്ഷണത്തിനുള്ള നേരമായി. അപ്പോൾ നമ്മുടെ ലഞ്ചിന് ഇന്ന് കഴിക്കാനായിട്ട് എനിക്ക് നല്ല തക്കാളിക്കറിയും അവിയലും ഫിഷ് കറിയും ചേന വറുത്തതും മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കൂട്ടി കുശാലായിട്ട് ഒരു അടിപൊളി ഊണങ്ങ് പാസ്സാക്കിയേ. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ബോഡി വാഷൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം 4 മണിയായേ. ടീ ടൈം. അപ്പോൾ ചായക്ക് എനിക്കുണ്ടായിരുന്നത് കൂടെ അവൽ നനച്ചതാണ്. അവൽ നനച്ചതും ചായയും ഒക്കെ കഴിച്ച് കുറച്ച് നേരം അമ്മമ്മയുടെ കൂടെ വർത്താനം പറഞ്ഞ് അവിടെ ഇരുന്നു. ഇനിതാ ഡിന്നർ ടൈം ആയിട്ടുണ്ട്. ഡിന്നറിന് എനിക്ക് കഴിക്കാൻ നല്ല ചൂട് കുഞ്ഞ് ഇടിയപ്പവും കൂട്ടത്തിൽ നമ്മുടെ ഉച്ചയ്ക്കത്തെ മീൻകറിയാണ്. എനിക്ക് മീൻകറി എല്ലാ ഫുഡിൻ്റെ കൂടെയും കഴിക്കാൻ ഇഷ്ടമാണ്. തലേ ദിവസം വെച്ച മീൻകറി പിറ്റേ ദിവസം രാവിലെ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതും കഴിച്ച് സുഖമായിട്ട് ഇനി ഉറങ്ങണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.